കേരളത്തിൽ മുന്നോട്ട് വെച്ച കെ-റെയിൽ പദ്ധതി വരില്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. കെ-റെയിൽ ഉപേക്ഷിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ ബദൽ പദ്ധതിക്കായി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ മുന്നോട്ട് വെക്കുന്ന ബദൽ പദ്ധതി ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന പദ്ധതിയല്ല എന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇ ശ്രീധരൻ തുറന്നു പറയുകയാണ്, കെ-റെയിൽ പദ്ധതി നടക്കില്ല. എന്നാൽ ഈ പദ്ധതിക്ക് ബദലായി താൻ സമർപ്പിച്ച പദ്ധതി പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല, അതിനായി കേന്ദ്രവുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നുണ്ടല്ലോ അരുൺ. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ കെ-റെയിലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളത്. ആ സമയത്ത് തന്നെ അതിൽ എന്താണ് പോംവഴി എന്നുള്ളത് നേരത്തെ തന്നെ ഈ ശ്രീധരൻ വ്യക്തമാക്കിയതായിരുന്നു. ഏതായാലും ഇപ്പോൾ കെ-റെയിൽ വരില്ല എന്നുള്ളത് തീർത്തു പറയുകയാണ് ഈ ശ്രീധരൻ. പദ്ധതിക്ക് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കെ-റെയിലുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനൊരു അനുമതി നൽകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കെ-റെയിൽ ഉപേക്ഷിച്ചു എന്ന് സർക്കാർ പറഞ്ഞാൽ കേന്ദ്രവുമായി ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറയുന്നു. അതായത് കേരളം ഇപ്പോഴും ആ കെ-റെയിൽ ഉപേക്ഷിച്ചു എന്നുള്ളത് പൂർണ്ണമായും പറയാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് കേരള സർക്കാർ കൃത്യമായിട്ട് തന്നെ കെ-റെയിൽ ഉപേക്ഷിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേന്ദ്രവുമായി സംസാരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ബദൽ പദ്ധതി ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന പദ്ധതിയല്ല, അത് വലിയ രീതിയിൽ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ കെ-റെയിലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെയൊക്കെ വലിയ ആശങ്ക ആയിരുന്നു. അവർക്ക് ഭൂമി നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ സ്വന്തം മണ്ണിൽ നിന്നും അവർ മറ്റ് ഇടങ്ങളിലേക്ക് പോവേണ്ട സ്ഥിതി വരുന്നു. അപ്പോൾ ഈ ബദൽ പദ്ധതി എന്ന് പറയുന്നത് അത്തരത്തിൽ ജനങ്ങളെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്കോ മറ്റോ ഒന്നും നയിക്കുന്ന പദ്ധതിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്കോ പ്രകൃതിക്കോ ഒന്നും ഒരു ദോഷവും ഇല്ലാത്ത തരത്തിലാണ് ഈ പദ്ധതി ഉള്ളത്. അത് കേരളം സംസ്ഥാന സർക്കാർ അതിനെ കുറച്ചുകൂടെ തുറന്ന സമീപനം എടുക്കുകയാണെങ്കിൽ അതുമായി കേന്ദ്രവുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നത്. കെ-റെയിൽ പദ്ധതി നടക്കില്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നു. എങ്കിൽ ബദൽ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതല്ല എന്നുള്ളതാണ് മെട്രോമാൻ പറയുന്നത്. അരുൺ, ഈ കെ-റെയിൽ പദ്ധതിക്ക് ബദൽ പദ്ധതി സമർപ്പിച്ചത് ഇ ശ്രീധരനാണ്. അതുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ ഒരു വട്ടം ചർച്ച സർക്കാരുമായി നടത്തുകയും ചെയ്തു. അപ്പോൾ കെ-റെയിൽ നടക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിനെ അറിയുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ മെട്രോമാൻ മുന്നോട്ട് വെച്ച ബദൽ പദ്ധതിയുമായി കേരള സർക്കാർ അക്കാര്യത്തിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇ ശ്രീധരനെ പോലെയുള്ള ആളുകളെ കൂടി സഹകരിപ്പിച്ച് ആ പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിച്ചു എന്നാണോ ശ്രീധരൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അരുൺ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, അദ്ദേഹം പറയുന്ന ആ ഒരു പുതിയ പദ്ധതി, ആ പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഏറെ ഗുണകരമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇതിൽ ഈ സംസ്ഥാന സർക്കാർ കുറച്ചുകൂടെ അദ്ദേഹം പറയുന്ന ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും അതിലൊരു തുറന്ന സമീപനം എടുക്കുകയാണെങ്കിൽ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശം വികസനമാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ യാത്ര വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാവുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുക, ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന എങ്കിൽ ഇത് ഒരു അനുകൂല നിലപാട് എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിന് വലിയ ഗുണമാവും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം തന്നെ, അതായത് ഈ മെട്രോമാൻ ഇ ശ്രീധരൻ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള വ്യക്തിയാണ്. BJP-യുടെ ചുമതലകൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അദ്ദേഹം പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രവുമായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്നതിന് അദ്ദേഹത്തിന് ഏറെയും അതിൽ കൂടുതൽ കൃത്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാരിലെ കാര്യങ്ങൾ ധരിപ്പിക്കാനും ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാനും ഒക്കെ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ സംസാരിക്കുന്നതിനും അദ്ദേഹം ഈ ചർച്ചകൾ നടത്തുന്നതിനൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു അനുകൂല നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിന്റെ വികസനത്തിന് വലിയ ഗുണം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹവും പറയുന്നത് അത് തന്നെയാണ്. കെ-റെയിൽ ഉപേക്ഷിച്ചു എന്ന് സർക്കാർ വ്യക്തമാക്കി കേന്ദ്രവുമായി ബദൽ പദ്ധതി സംസാരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇനി ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്ത് പ്രതികരണം നടത്തും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ കെ-റെയിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ ബദൽ പദ്ധതിക്ക് മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാവുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വളരെ വ്യക്തമാണ്. കെ-റെയിൽ പദ്ധതി നടക്കില്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നു. താൻ സമർപ്പിച്ച ബദൽ പദ്ധതി മുന്നോട്ട് വന്നാൽ അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതല്ല. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട്
കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി മെട്രോമാൻ വെളിപ്പെടുത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.